അദ്ദേഹത്തെയാണ് പരിഗണിച്ചിരുന്നതെന്നാണ് എനിക്കും അറിയുവാൻ കഴിഞ്ഞത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരുടെ BJP-കാരുടെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. സ്ഥാനാർത്ഥിയായിട്ട് അവരുടെ ആദ്യത്തെ മീറ്റിങ്ങിലും ഇതിലൊക്കെ പുള്ളിയെ പരിഗണിച്ചിരുന്നു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. കഴിഞ്ഞ ദിവസമാണ് നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവം തിരുമല തൃക്കണ്ണാപുരത്ത് സംഭവിക്കുന്നത്. BJP പ്രവർത്തകനായിരുന്ന BJP-യുടെ സ്വന്തം നേതാവായിരുന്ന ആനന്ദ് കെ തമ്പി ജീവനൊടുക്കുകയായിരുന്നു. BJP നേതാവായിരുന്ന ആനന്ദിന്റെ മരണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനം BJP-ക്കെതിരെ ഉയരുന്നുണ്ട്. അദ്ദേഹത്തെ അവസാന നിമിഷം BJP പുറത്താക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നാട്ടുകാരിൽ നിന്നും വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി വരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള തൃക്കണ്ണാപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോയ് തോമസ് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഇപ്പൊ തൃക്കണ്ണാപുരം ആണ് മത്സരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോ BJP-ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 2 മരണമാണ് ഈയിടെയായിട്ട് നടന്നത്. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ 2 മരണം സംഭവിച്ചിരിക്കുന്നത്. അത് ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കുന്ന BJP-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? BJP പ്രവർത്തകനല്ല എന്നാണ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തില് അനില് നേരത്തെ ഇവിടെ കൗൺസിലറായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമ തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ അത് അവരുടെ ബാങ്കിങ് മേഖലയിലുള്ള അതും BJP-യുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ആയിട്ടാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള എഴുതി വെച്ചിട്ടുള്ളതിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ആ കാര്യങ്ങൾ തന്നെ പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഈ മരണങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പോ അനിലിന്റെയും ഇതേപോലത്തെ ഒരു മരണം തന്നെയായിരുന്നു. അപ്പോഴും സഹായിച്ചില്ല BJP-യുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഹായം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. അത് ഒഴിവാക്കാമായിരുന്നു. അതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്. അറിയോ അനിലിനെ വ്യക്തമായിട്ട് അനിലിനെ അറിയാം, ആനന്ദിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. പുള്ളി ബിസിനസ് മേഖലയിലും നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം BJP-യുടെ നല്ലൊരു പ്രവർത്തകനാണ്. RSS വഴി BJP-യുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെയാണ് പരിഗണിച്ചിരുന്നതെന്നാണ് എനിക്കും അറിയുവാൻ കഴിഞ്ഞത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരുടെ BJP-കാരുടെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അപ്പൊ എന്നാൽ തന്നെ അവരുടെ കുടുംബത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും. എന്താവശ്യത്തിനും ആനന്ദിന്റെ കുടുംബവുമായിട്ടുള്ള എന്താവശ്യത്തിനും കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാവും. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബത്തിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അത് ഈ മരണം സംഭവിക്കുന്നതിന് ഒരു 4 ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇലക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വിസിറ്റിംഗ്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം 2 കുട്ടികൾ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു വീട്ടിന് മുൻവശം. അപ്പം അച്ഛൻ കിടക്കുകയാണ്. അപ്പം വിളിക്കാൻ ഉണരത്തില്ല, ലേറ്റായി കിടന്നപ്പോൾ എന്നാണ് കുട്ടികൾ പറഞ്ഞത്. അപ്പം അമ്മ പനിയായിട്ട് കിടക്കുകയാണ്. അപ്പം അമ്മയെ കാണാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ കുട്ടികൾക്ക് ബസ് വന്നു, വാഹനം വന്നു. അവർ വാഹനത്തിൽ കയറി സ്കൂളിൽ പോയായിരുന്നു. കുടുംബം 2 മക്കളും ഭാര്യ, അച്ഛനും ഒക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങൾ അത് അറിയാൻ അത് അവരുടെ പൊളിറ്റിക്കൽ, അതിനെ കുറിച്ച് ആധികാരികമായി അറിയില്ല. എന്താണ് അവിടെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായി നമുക്കറിയില്ല. എന്നാലും ആനന്ദിന്റെ കുടുംബത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും. എന്താവശ്യത്തിനും എന്താവശ്യം ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും. ശരിക്കും BJP-ന്റെ ഇരട്ടത്താപ്പാണോ ഈ ഒരു സംഭവം ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് നാട്ടുകാരും അടക്കം അങ്ങനെയാണ് സാധാരണ ഇവിടെ സംസാരിക്കുന്നതെല്ലാം അങ്ങനെയാണ്. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തിരുന്നത് തന്നെയാണ് പറയുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് അവരുടെ ആദ്യത്തെ മീറ്റിങ്ങിലും ഇതിലൊക്കെ പുള്ളിയെ പരിഗണിച്ചിരുന്നു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ട ഒരാള് തീർച്ചയായിട്ടും നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷനും ആയിരുന്നേനെ. നമ്മുടെ എതിർ സ്ഥാനാർത്ഥി പുള്ളിയായിരുന്നായിരിക്കും ചിലപ്പോ വന്നേനെ ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ BJP ഒരിക്കലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി നിൽക്കാണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതെ. പിന്നെ അനിലിന്റെ ഒരു മരണം കൂടി ഉള്ളത് കൊണ്ട് തന്നെ അതിപ്പോ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ള ഒരു ശരിക്കും ഒരു വോട്ടായി മാറുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. മരണവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി നിൽക്കില്ല. എന്തായാലും അവരുടെ ദുഃഖത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടി പങ്കുചേരും.
എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പൊ അനിലിന്റെ കുടുംബവും ഇതേപോലെ തന്നെ പല BJPക്കെതിരെ വലിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇപ്പൊ ആ സമയത്ത് കൂടെ നിന്നില്ല, BJP കൂടെ നിന്നില്ല. അപ്പൊ ഒരിക്കലും BJP എന്നൊരു പാർട്ടി സത്യം പറഞ്ഞാൽ വരാൻ പാടില്ല എന്നുള്ളൊരു ഒരു സംഭവം തന്നെയല്ലേ ഇവിടെ എടുത്തു വെക്കുന്നത്. കാരണം അതിലുള്ള അംഗങ്ങൾക്ക് പോലും ഒരു നീതിയില്ല അത്ര രീതിയിലല്ലേ കാര്യങ്ങളുടെ കണക്ക്. അതെ, അത് അങ്ങനെ തന്നെയാണ്. അതവരുടെ പാർട്ടിക്കാരുണ്ടല്ലോ, അവര് തീരുമാനിക്കട്ടെ ഇനി എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അത് അവരുടെ ഇതിൽപ്പെട്ട വിഷയമാണ്. അത് തീർച്ചയായിട്ടും. പക്ഷെ ഒരു സ്ഥാനാർത്ഥി എന്ന നാളെ ഇവിടെ വിജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഒരു കുടുംബങ്ങൾക്കൊക്കെ നാളെ ഒരു അത്താണി ആവണ്ട, അല്ലെങ്കിൽ ഇവരുടെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ഓടി എത്തേണ്ട ഒരു സ്ഥാനാർത്ഥി ആകുമ്പോൾ അറിയാലോ, നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ നോക്കി സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു നീതി ലഭ്യമാകേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും 100% അവർക്ക് നീതി ലഭിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടി എന്തായാലും കൂടെ ഉണ്ടാവും. മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയാണ്? കടുത്ത പോരാട്ടം തന്നെയാണോ അവിടെ നടന്നത്? ഇതിപ്പോ നമ്മള് കോൺഗ്രസ് പാർട്ടി എന്തായാലും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും, 100% വിജയിക്കും. എന്താണ് തൃക്കുന്നപുരത്ത് മാറ്റങ്ങൾ വരേണ്ടത്? എന്തൊക്കെയാണ് മാറ്റങ്ങൾ? അടിസ്ഥാന റോഡുകളുടെ പ്രശ്നം തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഈ കുടിവെള്ള പ്രശ്നം, അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ തന്നെ വോൾട്ടേജിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ സ്ത്രീകളുടെ ഇവിടെ ഈ സിറ്റി ഏരിയ ആണെങ്കിൽ തന്നെയും വളരെ പാവപ്പെട്ട ആൾക്കാർ, കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സ്ത്രീകളുടെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള പാക്കേജുകൾ, ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ജയിച്ചു വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, അത് ശാശ്വതമായ ഒരു പരിഹാരം, അവരെ പുതിയ മേഖലകളിലേക്ക് കടത്തിവിടുവാനുള്ള പാക്കേജുകൾ, പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ, ഇല്ലാതെ ഈ സെമിനാറും അല്ലെങ്കിൽ ബോധവൽക്കരണവും ഇതൊന്നും കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് ഈ തൃക്കണ്ണാപുരം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കൂടുതലായി കാണപ്പെടുന്ന ഒരു സംഭവമാണ്. അതിന് ആത്മാർത്ഥമായി ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നതിനും അവരുടെ പുതിയ മേഖലയിലേക്ക് ആ സമയം അവരെ കടത്തിവിടുന്നതിനും ആ മേഖലയിലൂടെ അവരുടെ ആ ട്രെൻഡ് അത് മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. സ്ഥാനത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ, ഇപ്പൊ ജയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ അനിലിന്റെ ആണെങ്കിലും ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയെങ്കിലും അത് ഒതുക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ഇപ്പൊ അതിന്റെ കേസോ വിചാരണയോ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ വീണ്ടും ആനന്ദിന്റെ ഒരു മരണത്തിന് ശേഷമാണ് വീണ്ടും അത് ചർച്ചയാവുന്നത്. അപ്പോൾ ഇനി എന്താണ് ഇതിനെതിരെ, BJPക്കെതിരെ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ പോകുന്ന കാര്യം? എന്തായാലും കോൺഗ്രസ് പാർട്ടി ഈ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ഇല്ല. അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കോൺഗ്രസ് പാർട്ടി, അത് ശരിയാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുക എന്നുള്ളതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുടുംബം അവർ കുടുംബം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ 100% ആ കുടുംബത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടി സഹകരിക്കും. അല്ലാതെ നിങ്ങളെ പക്ഷത്തു നിന്നും മറ്റുള്ള ഒരു സമരത്തിനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നും നിൽക്കുന്നില്ല. ഇപ്പോ ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ഭാഗത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരുടെ കുടുംബത്തോടെ ദുഃഖത്തോട് ഒപ്പം നമ്മൾ കോൺഗ്രസ് പാർട്ടിയും പങ്കുചേരുക. ആനന്ദ് ഈ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. കാണാറും എല്ലാവരുടെ അടുത്ത് സംസാരിക്കാറൊക്കെ ഉള്ള ഒരു നല്ലൊരു നേതാവായിട്ട് വരേണ്ട ഒരാളാണ്. തീർച്ചയായിട്ടും അതങ്ങനെയായിരുന്നു.